So welcome back to our channel. So നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CCW ന്റെ ഏപ്രിൽ 2025 ആൻസർ കീ ഡിസ്കഷൻ ആയിരുന്നു. ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 2 ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So 26th ക്വസ്റ്റ്യൻ നോക്കാം. The advantage of dash is that it can reference the memory without paying the price of having a full memory address in the instruction. ഏത് അഡ്രസ്സിംഗ് മോഡിന്റെ അഡ്വാൻറ്റേജ് ആണ് ഒരു ഫുൾ മെമ്മറി അഡ്രസ്സിന് പകരം ഒരു റെഫറൻസ് മെമ്മറി യൂസ് ചെയ്ത്, അതായത് ഒരു ഇൻഡയറക്റ്റ്ലി ഒരു രജിസ്റ്റർ യൂസ് ചെയ്ത്, ഒരു വൺ രജിസ്റ്റർ അല്ലെങ്കിൽ റെഫറൻസ് മെമ്മറി യൂസ് ചെയ്ത് ചെയ്യുന്നത് ഫുൾ മെമ്മറി അഡ്രസ്സിന് പകരം ഏതാണ്? ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കിയേ. ഡയറക്റ്റ് അഡ്രസ്സിംഗ്, ഓപ്ഷൻ ബി ഇൻഡെക്സ് അഡ്രസ്സിംഗ്, ഓപ്ഷൻ സി രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഓപ്ഷൻ ഡി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗിലല്ലേ നമുക്ക് ഒരു രജിസ്റ്റർ യൂസ് ചെയ്ത് ഒരു രജിസ്റ്റർ യൂസ് ചെയ്ത് തന്നെ ഇൻഡയറക്ട്ലി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ. പൈപ്പ്ലൈനിങ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ബൈ. നമുക്കറിയാം പൈപ്പ്ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് വൺ ടൈം തന്നെ സെവറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പെർഫോം പറ്റും ഇല്ലേ? അതാണ് പൈപ്പ്ലൈനിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതിലപ്പോൾ മെയിനായിട്ട് തന്നെ പെർഫോമൻസ് ഇംപ്രൂവ് ആണെങ്കിൽ അവിടെ എന്താണ്? ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസമാണ്. അറ്റ് വൺ ടൈം തന്നെ പല മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് വൺ ടൈമിൽ അല്ലേ? സോ അവിടെ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. എക്സ്പ്ലോയിറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം ആണ്. ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം ആണ് വിച്ച് ഇംപ്രൂവ്സ് പെർഫോമൻസ് ഓഫ് പൈപ്പ്ലൈനിങ്. ക്ലിയർ അല്ലേ? ഇനി 28th ക്വസ്റ്റ്യൻ. എ കമ്പ്യൂട്ടർ ഹാസ് 64-bit ഇൻസ്ട്രക്ഷൻസ് ആൻഡ് 28-bit അഡ്രസ്. സപ്പോസ് there are 252 two address instructions. How many one address instructions can be formulated? ഒരു കമ്പ്യൂട്ടറിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 64-bit ലോങ് ആണ്. അതിൽ 28-bit എന്താണ്? അഡ്രസ് സ്പേസ് ആണ്. അതിൽ 252 ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം? ഓക്കെ, ഇതെങ്ങനെ ചെയ്യണമെന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യണം ഞാൻ ഇത് പഠിപ്പിച്ച ടൈമിൽ വോയിസിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ജസ്റ്റ് അത് നോക്കുക. ആൻസർ ഞാനിപ്പോൾ പറഞ്ഞുതരാം, ജസ്റ്റ് എങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ എന്നത് 2^24 ആണ്. ഓപ്ഷൻ ബി 2^26, ഓപ്ഷൻ സി 2^28, ഓപ്ഷൻ ഡി 2^30. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 2^28. ഓക്കെ, നെക്സ്റ്റ് ചെയ്ത് നോക്കേ ആ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് 29th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, S1 S2. അതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക. സെപ്പറേറ്റ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് അഡ്രസ് സ്പേസ് does not necessarily mean that input or output address lines are physically separated. First statement. Second statement, address decoder is an essential part of input output interference. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് വായിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? സെപ്പറേറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്തുണ്ട്? അഡ്രസ് സ്പേസ് ഉണ്ട് ഇല്ലേ? അഡ്രസ് സ്പേസ് ദാറ്റ് does not necessarily mean that. അത് നെസസറിലി എന്ത് മെയിൻ ചെയ്യുന്നില്ല? സെപ്പറേറ്റ്, അതായത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് അഡ്രസ് ലൈൻസ് ആർ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണെന്നല്ല മീൻ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അഡ്രസ് ഡീകോഡർ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസിലെ എസെൻഷ്യൽ പാർട്ടാണ് അഡ്രസ് ഡീകോഡർ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് അഡ്രസ് സ്പേസ് ഡസ് നോട്ട്, എന്ത് ഫിസിക്കൽ സെപ്പറേഷൻ എന്തെങ്കിലും കൺവേ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ഈവൻ ഇഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂസസ് എ ഡിഫറെന്റ് അഡ്രസ് സ്പേസ്, ദ ഫിസിക്കൽ ലൈൻസ് മേ ബി ഷെയർഡ് വിത്ത് ദ memory bus. So first statement is true. Okay, in moving on to second statement. Second statement true ആണോ? Address decoder is an essential part of input or output interference. നമുക്കറിയാം every input or output device must have a way to detect when it's been addressed by a CPU ഇല്ലേ? സോ അതെന്താ, ആരാണ് ഡൺ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ ബൈ അഡ്രസ് ഡീകോഡർ ആണ് ഇല്ലേ? CPU ആയിട്ട് അഡ്രസ് ചെയ്യുന്ന ആരാണ്? അഡ്രസ് ഡീകോഡർ ആണ്. സോ അതും എന്താണ്? ട്രൂ ആണ്. അഡ്രസ് ഡീകോഡർ ഈസ് ഓൾസോ എ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇന്റർഫേസ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് നൈദർ S1 nor S2 ആണ്. ബോത്ത് ആർ കറക്റ്റ്, സോ നൈദർ ഈസ് ഫോൾസ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൈദർ S1 ആൻഡ് S2. ക്ലിയർ അല്ലേ? ഇനി 13th ക്വസ്റ്റ്യൻ. DMA interface unit eliminates the need to use CPU registers to transfer data for. 13th question. CPU interface unit eliminates the need to use CPU registers to transfer data for. Options നോക്കിക്കേ. ഓപ്ഷൻ എ MAR to MBR, ഓപ്ഷൻ ബി MBR to MAR, ഓപ്ഷൻ സി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ടു മെമ്മറി, ഓപ്ഷൻ ഡി മെമ്മറി ടു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ഏതാണ്? ക്വസ്റ്റ്യൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ.
What does the DMA direct memory access allow to happen directly without involving CPU registers? CPU registersന്റെ നീഡ് ഇല്ലാതെ എന്താണ് DMA allow ചെയ്യുന്നത് directly? ഏതാണ്? Input or output units to memory ആണോ? Memory to input or output unit ആണോ? Correct answer is option D ആണ്, memory to input or output unit. Okay, which eliminates the need to use CPU registers to transfer data form in DMA interface. Clear alle? 31st question. A primary key is combined with a foreign key creates. ഒരു primary key foreign key ആയിട്ട് combine ചെയ്താൽ എന്താണ് ക്രിയേറ്റ് ആവുന്നത് അവിടെ? ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ A parent child relationship between the tables that connect them. ഒരു കണക്റ്റ് ആവുന്ന അവർ തമ്മിൽ ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓപ്ഷൻ ബി മെനി ടു മെനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടേബിൾസ് ദാറ്റ് കണക്ട് ദം. ഓപ്ഷൻ സി നെറ്റ്വർക്ക് മോഡൽ ബിറ്റ്വീൻ ദ ടേബിൾസ് ദാറ്റ് കണക്ട് ദം. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ മെൻഷൻഡ്. ഏതാണ്? മെയിനായിട്ട് എങ്ങനെയാണ് വരുന്നത്? ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് മെയിനായിട്ട്? അതൊരു പ്രൈമറി കീ അല്ലേ? ഒരു പ്രൈമറി കീ ഈസ് കമ്പൈൻഡ് വിത്ത് ഫോറിൻ കീ. ഇപ്പോൾ ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ് ഫോർ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡി ആണ് അവിടുത്തെ പ്രൈമറി കീ. ഇനി ഫോറിൻ കീ ആണ് നോക്കുന്നതെങ്കിൽ അവിടെ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഒരു ടേബിളിൽ ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എ ഫീൽഡ് ഇൻ വൺ ടേബിൾ ദാറ്റ് റെഫേഴ്സ് ടു ദ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. ഒരു ടേബിളിലെ പ്രൈമറി കീയെ മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആയിട്ട് റെഫർ ചെയ്യുന്നതാണ് ഫോറിൻ കീ. അപ്പോൾ അവിടെ തമ്മിൽ വരുന്ന ലിങ്ക് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത് പാരന്റും ആദ്യത്തെ ടേബിൾ ചൈൽഡും രണ്ടാമത്തെ ടേബിൾ ഒരു പാരന്റും ആയിട്ടായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, parent child relationship between the tables that connect them. Clear alle? Moving on to 32nd question. If a relation is in BCNF, then it is also in. ഇപ്പോൾ ഒരു റിലേഷൻ BCNF ലാണെങ്കിൽ ആ ഒരു റിലേഷൻ ഓൾസോ എവിടെയും കാണും. ഓപ്ഷൻസ് നോക്കിയാൽ 1NF, 2NF, 3NF, all of them. ഒരു BCNF ആണെങ്കിൽ അത് എന്തൊക്കെ ഫോളോ ചെയ്യും? 1NF കാണും, 2NF കാണും, 3NF കാണും. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദം മെൻഷൻഡ്. ക്ലിയർ? ഇനി മൂവ് ഓൺ ടു 33rd question. If every non-key attribute is functionally dependent primary key, then the relation will be in dash. Question ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വായിക്കുക. If every non-key attribute is functionally dependent primary key. അതായത് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ഉണ്ടല്ലോ. അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എ നോൺ കീ ആട്രിബ്യൂട്ട് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ എ കീ ഇഫ് ദ കീ ഈസ് യൂണീക്ലി ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട്. കറക്റ്റ്. അപ്പോൾ ആ ഒരു ഇവിടെ അതെന്ത് ചെയ്യുന്നുണ്ടോ ദെൻ ദ റിലേഷൻ, ആ ഒരു റിലേഷൻ അങ്ങനെ ആണെങ്കിൽ ഒരു എവരി നോൺ കീ ആട്രിബ്യൂട്ടും ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് പ്രൈമറി കീ ആണെങ്കിൽ ആ ഒരു റിലേഷൻ എന്തിലായിരിക്കും? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഫസ്റ്റ് NF, ഓപ്ഷൻ ബി സെക്കൻഡ് NF, ഓപ്ഷൻ സി തേർഡ് ഫോം, ഓപ്ഷൻ ഡി ഫോർത്ത് ഫോം. ഏതായിരിക്കും? സെക്കൻഡ് NF. ഇറ്റ് ഈസ് ഇൻ 2NF. 2NF-ലാകുമ്പോഴാണ് എല്ലാ നോ കീ ആട്രിബ്യൂട്ടും പ്രൈമറി കീയുടെ ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് ആ റിലേഷൻ 2NF-ലാണ്. ക്ലിയർ അല്ലേ? 34th question. ടേബിൾസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. 2NF-ലുള്ള ടേബിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. എലിമിനേറ്റ് ഓൾ ഹിഡൻ ഡിപ്പെൻഡൻസി. Eliminate the possibility of the insertion anomaly. Having a composite key, having all non-key fields depend on the whole primary key. 2NF-ൽ ഏതാ വരുന്നത് കറക്റ്റ് ആയിട്ട്? ഇപ്പോൾ ഒരു ഡേറ്റാബേസ് ടേബിൾ 2NF-ലാണെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത്? 2NF-ൽ മെയിനായിട്ട് വരുന്നത് അനോമലീസ് ഇല്ലേ? അനോമലീസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും 2NF-ൽ. സോ അത് തന്നെ ആ ഓപ്ഷനിൽ അനോമലീസ് ഉണ്ടോ? ഇൻസേർഷൻ അനോമലീസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് എ ഇൻസേർഷൻ അനോമലി. ഇറ്റ് ഈസ് ടേക്ക് പ്ലേസ് ഇൻ 2NF. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 35th question. An entity in A is associated with at most one entity in B, and entity in B
however can be associated with another 0 or more of entities in A. ക്ലിയർ ആയിട്ട് വായിക്കണം. DBMS ക്വസ്റ്റ്യൻ ആണ്. ഒരു എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ഒരു എൻറ്റിറ്റി എ എന്ന് പറഞ്ഞ എൻറ്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് എൻറ്റിറ്റി ഉണ്ട് മെയിനായിട്ട്. ഓക്കെ, ഈ ഒരു ഇതിൽ രണ്ട് എൻറ്റിറ്റി ഉണ്ട്, എയും ബിയും. അല്ല, ഈച്ച് എൻറ്റിറ്റി ഇൻ എ എന്ന് പറയുന്നത് അസോസിയേറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് വൺ എൻറ്റിറ്റി ഇൻ എ. അതായത് എയിൽ അറ്റ്മോസ്റ്റ് വൺ, ബിയിൽ വൺ എൻറ്റിറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈച്ച് എൻറ്റിറ്റി ഇൻ ബി ക്യാൻ ബി അസോസിയേറ്റ് വിത്ത് മെനി എൻറ്റിറ്റീസ് ഇൻ എ. ബിയിലെ ഓരോ എൻറ്റിറ്റിക്കും എയിൽ മെനി എൻറ്റിറ്റീസുമായിട്ട് ക്യാൻ ബി അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെനി ക്യാൻ പോയിന്റ് ടു വൺ ബി. ഓക്കെ, സോ ഇവിടെ എന്ത് റിലേഷൻഷിപ്പാണ്? 1 to 1 ആണോ, മെനി ടു 1 ആണോ, ഏത് റിലേഷൻഷിപ്പാണ്? 1 to many ആണോ, 1 to 1 ആണോ, ഏതാണ്? ആൻസർ ഈസ് മെനി ടു 1 അല്ലേ? ഇവരെന്താ പറഞ്ഞത്? ബിയിൽ തന്നെ മെനി എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? എയിലെ എൻറ്റിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മെനി ടു 1. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 36th question. If D1, D2 up to Dn are domains in a relational model, then the relation is a table which is a subset of option A, D1 plus D2 plus up to n, D1 into D2 into നമ്മൾ പറഞ്ഞ സബ്സെറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഇറ്റ് ഈസ് എ സബ്സെറ്റ് എന്നിങ്ങനെ കൊടുത്തു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, സപ്പോസ് ഇഫ് D1 D2 Dn എന്ന് പറഞ്ഞ ഡൊമൈൻസ് റിലേഷൻഷിപ്പ് മോഡലിൽ ആണെങ്കിൽ വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് വാട്ട് എന്ന് ചോദിച്ചാൽ ആൻസർ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. D1 into D2 into up to Dn ആണ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ? ഇനി 37th question. Let E1 and E2 be two entities in an ER diagram with a single valued attributes. E1 E2 എന്ന് പറഞ്ഞാൽ രണ്ട് എൻറ്റിറ്റീസ് ആണ് ER ഡയഗ്രാമിലുള്ള സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. R1 R2 ആർ ടു റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ E1 ആൻഡ് E2. E1 ആൻഡ് E2 തമ്മിലുള്ള ടു റിലേഷൻഷിപ്സ് ആണ് എന്ത്? R1 ഉം R2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, where R1 is a 1 to 1, 1 to many യും R2 many to many ആണ്. R1 and R2 do not have any attributes of their own. R1 ഉം R2 ന് സ്വന്തമായിട്ട് എന്തില്ല? ആട്രിബ്യൂട്ട്സ് ഇല്ല. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ടേബിൾസ് റിക്വയർഡ് ടു റെപ്രസെന്റ് ദ സിറ്റുവേഷൻ ഇൻ ദ റിലേഷൻ മോഡൽ? റിലേഷൻ മോഡലിൽ ഇത് റെപ്രസെന്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ടേബിൾസ് വേണ്ടി വരും? മിനിമം നമ്പർ ഓഫ് ടേബിൾസ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദ ഫോളോയിങ് ER മോഡൽ. നമ്മൾ പറഞ്ഞു ബോത്ത് R1 ഉം R2 ആർ ബിറ്റ്വീൻ ദ സെയിം എൻറ്റിറ്റി സെറ്റ്സ് ആണ്. E1 ആൻഡ് E2 തന്നെയാണ്. സോ ഓൾമോസ്റ്റ് എത്ര എണ്ണം വേണ്ടി വരും? E1 E2 തന്നെ 2 എണ്ണം ഇല്ലേ? പിന്നെ ഒരു ടേബിളും കൂടെ വേണ്ടി, മെനി ടു മെനി റിലേഷൻഷിപ്പിന് വേണ്ടി. സോ ടോട്ടൽ 3 ടേബിൾസ് ആണ് ഇവിടെ റിക്വയർഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 3. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 38th question. Given a relation schema R of x, y, z, w with functional dependency set f equal to s tends to y, z tends to w, all attributes take single and atomic values only. Option A, relation R is in first normal form. Option B, relation R is in second normal form. Option B അല്ല C, primary key of R is xx. So relation schema തന്നിട്ടുണ്ട് R of x, y, z, w അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. എക്സ് വൈ ഡിപ്പെൻഡഡ് ആണ്, z w. അങ്ങനെയാണ് ആ ആട്രിബ്യൂട്ട്സ് ടേക്ക് സിംഗിൾ ആൻഡ് അറ്റോമിക് വാല്യൂസ് ഓൺലി ആയിരിക്കും. അങ്ങനെയാണ് ആ റിലേഷൻ 1NF-ലാണോ 2NF-ലാണോ അല്ലെങ്കിൽ XZ-ലാണോ പ്രൈമറി കീ? എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും പറയും? അതിൻ്റെ ആൻസർ വന്നിട്ട് ഫസ്റ്റ് വൺ ആണ്. റിലേഷൻ ആർ എന്തായാലും എക്സ് ടെൻസ് ടു വൈയും ഇസഡ് ടെൻസ് ടു ഡബ്ല്യു ആണ്. സോ ആ റിലേഷൻ ആർ ഇപ്പോഴും എന്തായിരിക്കും? ഫസ്റ്റ് നോർമൽ ഫോം ആയിരിക്കും അല്ലേ? അതുപോലെ റിലേഷൻ ആർ സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കും? അല്ല, റിലേഷൻ ആർ ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കും. അതുപോലെ പ്രൈമറി കീ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഇസഡും ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഐ ആൻഡ് 3 ഓൺലി. ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി 39th question. Given 2 tables തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് T1 ആൻഡ് T2. ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം പറയാം. ഈ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്.
അതാണ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് D1 ആൻഡ് D2 ഇഫ് ദ ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എങ്ങനെ ചെയ്യണം നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് 14th question. Which of the following key constraints is required for functioning foreign in the context of relational database? ഈ തന്നിട്ടുള്ളതിൽ ഏത് കീ കൺസ്ട്രെയിൻസ് ആണ് ഫങ്ഷനിങ് ഓഫ് ഫോറിൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിലേഷണൽ ഡേറ്റാബേസിൽ ഫോറിൻ്റെ ഫങ്ഷനിങ്ങിന് റിക്വയർ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ യൂണീക്ക് കീ, ഓപ്ഷൻ ബി പ്രൈമറി കീ, ഓപ്ഷൻ സി കാൻഡിഡേറ്റ് കീ, ഓപ്ഷൻ ഡി ചെക്ക് കീ. ഏതായിരിക്കും? ചിന്തിച്ചു നോക്കിയേ. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. യൂണീക്ക് കീ ആണോ പ്രൈമറി കീ ആണോ എന്നൊക്കെ അല്ലേ? ഏത് കീ ആണ്? ആൻസർ വന്നിട്ട് ഞാൻ ആൻസർ പറയാം, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പറയാം ഏത് കീ ആണെന്നല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൈമറി കീ. പ്രൈമറി കീ കൺസ്ട്രെയിന്റ് ആണ് റിക്വയർഡ് ഫോർ ഫങ്ഷനിങ് ഓഫ് ഫോറിൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിലേഷണൽ ഡേറ്റാബേസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 41th question. Which of the following statements is true? Option A, if a language context free, it can always be accepted by a deterministic push-down automata. The union of two context-free languages is context-free. The intersection of two context-free languages is context-free. The complement of a context-free language is context-free. ഏതാണ് ഇതിൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് 1 by 1 വായിച്ചു നോക്കിയിട്ട് പറയാം ഏതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ട്രൂ ആണോ? ട്രൂ ആണോ? If a statement is context free, if a language is context, it can always be deterministic by push on ആണോ? ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേഷൻ അക്സെപ്റ്റ് ചെയ്യുമോ? നോ, റോങ് ആണ്, തെറ്റാണ്. സെക്കൻഡ് വണ്ണോ, the union of two context free languages is context free. Correct അല്ലേ സ്റ്റേറ്റ്മെന്റ്? സോ ഇറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് തേർഡ് വൺ, the intersection of two context free languages is context free. ആണോ? ഇന്റർസെക്ഷൻ വരത്തില്ല. ഓക്കെ, അടുത്തത് കോംപ്ലിമെന്റ് ഓഫ് എ context free language is context free. അതും തെറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, the union of two context free language is context free. Is it clear? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതാണ്. ഗിവൺ ദ ലാംഗ്വേജ് L equal to AB, AA, BA, which of the following strings are in L star? L സ്റ്റാറിൽ ഏതൊക്കെ കാണും? സിമ്പിളായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തൂടെ? ഇതാണ് ഓപ്ഷൻസ് വന്നിട്ട്. L equal to AB, L equal to AB, AA, BB, BAA. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ഏത് പറയാം? ഓരോ സ്ട്രിങ് ഒന്ന് എഴുതി നോക്കാം. ആൻസർ ഞാൻ ഇപ്പം പറയാം. ഓപ്ഷൻ സി ആണ്. I, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ. അടുത്ത 43rd question. S is equal to AS, ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ദ ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ ദ എബോ ഗ്രാമർ, മുകളിൽ തന്നിട്ടുള്ള ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഓവർ ദ ആൽഫബറ്റ് A, ഈസ് എ സെറ്റ് ഓഫ് ഡാഷ്. അതെന്തിൻ്റെ സെറ്റ് ആയിരിക്കും? അപ്പോൾ അത് തന്നിരിക്കുന്ന ഗ്രാമർ ചെക്ക് ചെയ്യുക, എന്നിട്ട് പറയാം. ഓപ്ഷൻസ് നോക്കിക്കുക. ഓപ്ഷൻ എ ഓൾ പാലിൻഡ്രോംസ്, ഓപ്ഷൻ ബി ഓൾ ഓഡ് ലെങ്ത് പാലിൻഡ്രോംസ്, ഓപ്ഷൻ സി സ്ട്രിങ്സ് ദാറ്റ് ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് സെയിം സിമ്പിൾ, ഓപ്ഷൻ ഡി ഓൾ ഈവൻ ലെങ്ത് പാലിൻഡ്രോംസ്. ഏതാണ് കറക്റ്റ്? യെസ്, കറക്റ്റ് ആൻസർ ഇസ് തേർഡ് വൺ, സ്ട്രിങ്സ് ദാറ്റ് ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് സെയിം സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് 44th question. Which of the following refers to Chomsky hierarchy? 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഇത് ചോംസ്കി ഹൈറാർക്കിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ റെഗുലർ ലെസ് ദാൻ CFX, CFL ലെസ് ദാൻ CSL ലെസ് ദാൻ അൺറെസ്ട്രിക്റ്റഡ്. കറക്റ്റ് ആണോ? അല്ല. സെക്കൻഡ് വൺ ഓൾ ഓഡ് ലെങ്ത് പാരാമീറ്റേഴ്സ്. അല്ല, ചെയ്ത് നോക്കണേ. ഓപ്ഷൻ 3 സ്ട്രിങ്സ് ദാറ്റ് ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് സെയിം സിമ്പിൾ.
അല്ലേ? കറക്റ്റ് അല്ലേ? So third one is correct. Fourth one, none of the mentioned. Okay, ഇതിൽ ഏതാ കറക്റ്റ്? സോറി, ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്. സോറി, തെറ്റിയ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ അല്ലേ കറക്റ്റ്? റെഗുലർ ലെസ് ദാൻ CFL ലെസ് ദാൻ CSL ലെസ് ദാൻ അൺറെസ്ട്രിക്റ്റഡ് ആണ് കറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. സോറി, ക്വസ്റ്റ്യൻ മാറിപ്പോൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇതാണ് ചോംസ്കി ഹൈറാർക്കി റിലേറ്റ് ചെയ്യുന്ന ഫോളോയിങ്. ഓക്കെ, ഇനി 45th ക്വസ്റ്റ്യൻ. എ പുഷ് ഡൗൺ ഓട്ടോമേഷൻ എംപ്ലോയ്സ് ഡാഷ് ഡേറ്റ സ്ട്രക്ചർ. പുഷ് ഡൗൺ ഓട്ടോമേറ്റയിൽ ഏതാണ്? സ്റ്റാക്ക് ആണ്. ഓപ്ഷൻ ഡി സ്റ്റാക്ക് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ റെഗുലർ ലാംഗ്വേജ് ഓവർ എ ആൽഫബറ്റ് സിഗ്മ ഈസ് ഓൺലി one that cannot be obtained from the basic language using the operation. റെഗുലർ ലാംഗ്വേജ് ഓവർ ആൽഫബറ്റ് എന്ന് പറയുന്നത് ബേസിക് ലാംഗ്വേജ് ഈ തന്നിട്ടുള്ള ഏതോ ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള ബേസിക് ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ് ആ ഒരു ബേസിക് ഓപ്പറേഷൻ? ലാംഗ്വേജ് യൂസിങ് ദ ഓപ്പറേഷൻ. ഓപ്ഷൻ എ യൂണിയൻ, ഓപ്ഷൻ ബി കൺകാറ്റനേഷൻ, ഓപ്ഷൻ സി ക്ലീൻ സ്റ്റാർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ മെൻഷൻ. ഏതാണ് ആൻസർ? ഓൾ ഓഫ് ദ മെൻഷൻ. ഈ തന്നിട്ടുള്ള എല്ലാം വരും. ഓക്കെ, യൂണിയൻ, കൺകാറ്റനേഷൻ, ക്ലീൻ സ്റ്റാർ ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? റെഗുലർ ലാംഗ്വേജ് ഓവർ ആൽഫബറ്റ് സിഗ്മ ഈസ് വൺ ദാറ്റ് കാനോട്ട് ബി ഒബ്റ്റൈൻഡ് ഫ്രം എ ബേസിക് ലാംഗ്വേജസ് യൂസിങ് ദീസ് ഓപ്പറേഷൻ. ഈ ഒരു ഓപ്പറേഷൻ വെച്ച് കട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ 47th question. In more machine output is produced over the change of. ഈ ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്സ്. ഓക്കെ, 48th question. Which of the following statement is false? ഈ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, halting problem of Turing machine is undecidable. Option B, determining whether a state context free grammar is ambiguous or undecidable. Option C, given two arbitrary context free grammar G1 and G2 and it is undecidable whether L of G1 equal to L of G2. Option D, given two regular grammars G1 G2 and it is undecidable whether L of G1 equal to L of G2. ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫോർത്ത് വൺ ആണ് കറക്റ്റ് ആൻസർ. ഫോൾസ് ആയിട്ടുള്ള ഏതാ വന്ന? കറക്റ്റ് ആയിട്ടുള്ളല്ലേ കണ്ടുപിടിക്കുന്നത്? ഫോൾസ് ആയിട്ടുള്ള the following statement false. ഏതാണ് false? Given two regular grammars G1 G2 and it is undecidable whether L of G1 equal to L of G2. അതാണ് തെറ്റിപ്പോയത്. ഓക്കെ അല്ലേ? ഫോൾസ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 49th question. A language L is said to be Turing decidable if. Option A, recursive. Option B, TM recognize L. Option C, TM accepts L. Option D, recursive and TM recognize L. Answer is option D, recursive and TM recognize L. Next 5th question, last question of CCW. What is the complement of a language executed by a NFA shown below? Assume sigma equal to A and epsilon is the empty string. Epsilon empty string ആണെന്നും sigma equal to alphabets A ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണ് ഈ complement of the language accepted by NFA ഷോ ചെയ്തിട്ടുണ്ട്. ആൻസർ ഏതാ? Complement of the language accepted by NFA. Answer is option B, epsilon. Clear? So ഇത്രയാണ് മോറോവർ CCWന്റെ 50 questions. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മാർക്ക് സ്കോർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ.